ഇന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഈ ക്ലോത്ത് വെച്ചിട്ടാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ 4ആയിട്ട് മടക്കിയിടുക. മടക്ക് വശം നമ്മുടെ നേരെ വയ്ക്കുക. അതിനുശേഷം ഷോൾഡറാണ് ഫസ്റ്റ് അടയാളപ്പെടുത്തേണ്ടത്. ഷോൾഡർ മേളിൽ എത്രയാണോ നമുക്ക് ആവശ്യമായത് അത് അടയാളപ്പെടുത്തുക. ഇനി ആം ഹോള കറക്റ്റ് നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തിയ ആ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ ചെയ്യണം കേട്ടോ. അതിനുശേഷം ആം ഹോൾ അടയാളപ്പെടുത്തുക. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. അതൊരു ബോക്സ് ആക്കുക. ഇനി നമുക്ക് ചെസ്റ്റ് അളവ് എടുക്കണം. ചെസ്റ്റ് അളവ് എത്രയാണോ അതെടുക്കുക. പിന്നെ ഞാൻ സീം അലവൻസ് എടുക്കുന്ന 1.5 ഇഞ്ചാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ചെസ്റ്റ് അളവ് വെച്ചിട്ട് വേണം നമുക്ക് കൈക്കുഴി വരയ്ക്കാനായിട്ട്. മുകളിൽ നിന്ന് ഈ ചെസ്റ്റ് അളവിലേക്ക് ഒരു കർവ് കൊടുക്കുക. അത് ഒന്ന് പതിയെ നമ്മൾ ഒന്ന് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ കൈക്കുഴി. അടുത്ത നെക്കാണ് വരയ്ക്കുന്നത്. നെക്കിന് വിഡ്ത്ത് എടുക്കുന്നത് 2.5 ആണ്. ഇത് ചെറിയ കുട്ടിയുടെയാണ്, അതുകൊണ്ട് 2.5 മതി. അതിനുശേഷം നമുക്ക് എത്രയാണോ വേണ്ടത്, ബാക്കിലും ഫ്രണ്ടിലും ഒരേപോലെ ആണെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ വേറെ വേറെ ആണെങ്കിൽ അത് അടയാളപ്പെടുത്തുക. എനിക്കിപ്പോൾ ഇവിടെ ബാക്കിൽ 3ഉം ഫ്രണ്ടിൽ 3.5 ആണ് കേട്ടോ. അപ്പോൾ അത് അടയാളപ്പെടുത്തുക. അതിനുശേഷം നമുക്കൊരു ബോക്സ് ആക്കുക. ബോക്സ് ആക്കിയതിന് ശേഷം ഇനി ഷേപ്പ് കൊടുക്കുക. റൗണ്ട് ഷേപ്പാണ് എടുക്കുന്നത്, അതുകൊണ്ട് റൗണ്ട് ഷേപ്പ് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അടുത്തതിന് ഷേപ്പ് അളവ് കൊടുക്കാം. 12 ഇഞ്ച് അളവിലാണ് ഞാൻ ഷേപ്പ് എടുക്കുന്നത്. അതൊന്ന് നീട്ടി വരച്ചതിന് ശേഷം ഷേപ്പ് എത്രയാണോ അത് അടയാളപ്പെടുത്തുക. അതിനോടൊപ്പം തന്നെ 1.5 ഇഞ്ച് സീം അലവൻസും ഇടുക. ഇനി അടുത്ത് സ്ലിറ്റാണ്. സ്ലിറ്റ് 14 ഇഞ്ചിലാണ് വരുന്നത്. അതൊന്ന് അടയാളപ്പെടുത്തിയതിന് ശേഷം ഇനി സ്ലിറ്റിൻ്റെ ഭാഗത്ത് വണ്ണം എത്രയാണെന്ന് വെച്ചെടുക്കുക. അത് അടയാളപ്പെടുത്തിയതിന് ശേഷം താഴത്തോട്ട് നമുക്ക് 1 ഇഞ്ച് സീം അലവൻസ് ഇട്ടാൽ മതി. എന്നിട്ട് ഈ പോയിൻറ്റുകളെല്ലാം ആദ്യം നമ്മൾ അളവെടുത്ത പോയിൻ്റെല്ലാം കൂടെ ഒന്ന് ഇതുപോലെ വരച്ചു കൊടുക്കുക. അതിനുശേഷം സീം അലവൻസ് എല്ലാം കൂടെ സ്ട്രെയിറ്റ് ആയിട്ട് ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി അടുത്തത് നമുക്ക് സ്ലിറ്റിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയ സീം അലവൻസിന് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് താഴത്തോട്ട് നമ്മുടെ ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അങ്ങോട്ടേക്കൊന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. അളവെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ആദ്യമേ കൈക്കുഴിയിൽ നിന്ന് വെട്ടി തുടങ്ങാം. കൈക്കുഴി വെട്ടുമ്പോൾ സൂക്ഷിച്ച് വെട്ടുക. കറക്റ്റായിട്ട് നമ്മൾ ആ കുഴിച്ച് വരച്ച ആ ഭാഗത്തുകൂടെ തന്നെ വെട്ടിയെടുക്കുക. കഴുത്ത് രണ്ടും രണ്ടളവായതുകൊണ്ട് ഒന്നിച്ചിട്ട് വെട്ടാൻ പറ്റില്ല. അപ്പോൾ ഒരു തുണി മാറ്റിയിട്ട് ഒരു തുണി മാത്രമായിട്ട് വെച്ചിട്ട് വേണം വെട്ടാൻ. ഇപ്പോൾ ഞാൻ വെട്ടുന്നത് ബാക്കിലെ കഴുത്താണ്. ഫ്രണ്ടിലെ കഴുത്തിന് ക്യാൻവാസ് വെച്ചാണ് ചെയ്യുന്നത്, അതുകൊണ്ട് അതിപ്പോൾ ചെയ്യുന്നില്ല. ബാക്കിലെ കഴുത്താണ് വെട്ടി വെച്ചിരിക്കുന്നത്. ഈ പീസാണ് കേട്ടോ നമ്മൾ ബോർഡറിനൊക്കെ ആയിട്ടും കഴുത്തിലൊക്കെ വെക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. അടുത്ത ഇനി നമുക്ക് കൈ വെട്ടാനായിട്ട് ഇതുപോലൊരു തുണി 4ആയിട്ട് മടക്കി മടക്ക് ഭാഗം നമ്മുടെ വശത്തേക്ക് വെക്കുക. ഒരു 4 ഇഞ്ച് വരുന്ന ഒരു കൈയാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ 4 ഇഞ്ച് ആദ്യം തന്നെ ഇറക്കടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അപ്പർ ആം വിഡ്ത്ത് വന്നേക്കുന്നത് ആദ്യം അടയാളപ്പെടുത്തുക. അതിനുശേഷം സീം അലവൻസ് അടയാളപ്പെടുത്തുക. ഇനി കൈക്കുഴിയാണ്. 10 വയസ്സിൽ താഴെയുള്ളൊരു കുട്ടിയുടെയാണ്, അതുകൊണ്ട് 2 ഇഞ്ച് കുഴിച്ച് വരയ്ക്കുന്നുള്ളൂ. അപ്പോൾ ആ 2 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതിനുശേഷം ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഇനി ഇതിൻ്റെ പകുതി കാണണം. ഇതിൻ്റെ പകുതി കറക്റ്റായിട്ട് നമുക്ക് കാണാൻ ടേപ്പ് വെച്ചിട്ട് മടക്കി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ പകുതി കിട്ടും. ആ പോയിൻ്റ് ഒന്ന് അടയാളപ്പെടുത്തുക. അതിനുശേഷം ആ പോയിൻ്റ് ഈ മുകളിൽ നിന്ന് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് പൊക്കി ഒരു ഷേപ്പ് കൊടുക്കുക. താഴത്തോട്ടും ഒരു ഷേപ്പ് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ കൈക്കുഴി വരയ്ക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ സീം അലവൻസ് ഒന്ന് അടയാളപ്പെടുത്തി അതിലേക്കും കൂടെ ഇതൊന്ന് നീട്ടി വരച്ചു കൊടുക്കണം. ഇനി അടുത്തത് താഴത്തെ ലെങ്ത്താണ്. ആ ലെങ്ത്ത് ഫസ്റ്റ് അടയാളപ്പെടുത്തുക. അതിനുശേഷം അവിടെയും സീം അലവൻസ്. ഈ സീം അലവൻസ് നമ്മൾ ചെസ്റ്റ് ഭാഗത്തൊക്കെ കൊടുത്ത് സെയിം സീം അലവൻസ് 1.5 കേട്ടോ ഇടുന്നത്. അതിനുശേഷം നമുക്ക് മേളിലത്തെ ആം ഹോൾ കുഴിച്ച് വരച്ചെടുത്തുനിന്ന് ഫസ്റ്റ് ഒരു വര വരയ്ക്കുക. സീം അലവൻസിൽ നിന്നും ഒരു വര വരയ്ക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ കൈ അടയാളപ്പെടുത്തുന്നത്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കൈ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്ക് ഇതൊന്ന് മടക്കി വെച്ചിട്ട് അതിൻ്റെ നടുഭാഗം ഒന്ന് അടയാളപ്പെടുത്തി വെക്കണം. അത് നമുക്ക് തയ്ക്കുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വെട്ടുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് അടുത്തത് തയ്ക്കലിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ചെറിയ ചെറിയ പണികൾ തീർത്ത് വയ്ക്കാം. കൈയുടെ പണി തീർത്ത് വയ്ക്കാം. കൈക്ക് ബോർഡർ വയ്ക്കുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് വശത്തെ ടോപ്പിൽ അടിയിൽ ബോർഡർ വയ്ക്കുന്നുണ്ട്. കഴുത്തിന് ഈ ബോർഡർ വയ്ക്കുന്നുണ്ട് കേട്ടോ. കയ്യിൽ ബോർഡർ വയ്ക്കുന്നതിന് വേണ്ടി 3 ഇഞ്ചാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് മടക്കി വയ്ക്കുക. മടക്കി വെച്ചിട്ട് അകത്തുനിന്ന് എന്ന് വെച്ചാൽ ചീത്ത വശത്തു നിന്ന് മടക്കിയ തുമ്പ് വെച്ച് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കണം.
ഇനി നമ്മൾ ആ അടിച്ച പീസ് തിരിച്ചിട്ടിട്ട് നമ്മുടെ കൈയുടെ തുണിയിലേക്കൊന്ന് പതിച്ചടിച്ച് കൊടുക്കണം. ഇത് പതിച്ചടിച്ചതിന് ശേഷം ഇതുപോലെ മടക്കിയെടുത്ത് നല്ല വശത്തേക്ക് മടക്കിയെടുക്കണം. നല്ല വശത്തേക്ക് മടക്കി അടിച്ചിട്ട് അടിഭാഗം ഒന്ന് പതിച്ചടിച്ച് കൊടുക്കണം. അടിയിലടിച്ചേക്കുന്നതുകൊണ്ട് തന്നെ മുകളിലടിക്കുമ്പോൾ നല്ല വൃത്തിക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അടിയിലൊരു പതിച്ചടിക്കലും കൂടെ കൊടുത്തേക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് മുകളിലേക്കും കൂടെ ഒരടിപ്പ് കൊടുത്ത് കഴിയുമ്പോൾ നല്ല ഭംഗിക്ക് ആ പടി കിട്ടും കേട്ടോ. ഇപ്പോൾ കണ്ടോ, നമുക്ക് ഇതുപോലെയാണ് പടി അടിച്ച് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ ഉൾഭാഗത്താണെങ്കിൽ ഒരു സ്റ്റിച്ചിങ് നമുക്ക് വൃത്തികേടായിട്ടില്ല, നല്ല നീറ്റായിട്ടിരിക്കുന്നുണ്ട്. ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങനെ അടിച്ച് ചെയ്യുമ്പോൾ നല്ല ഭംഗിക്ക് ഇരുന്നോളും. അതുപോലെ തന്നെ 2 അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, 2 കൈയും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഫ്രണ്ട് പോർഷനിൽ, ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷനിൽ അടിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അടി അടിക്കാൻ വേണ്ടി ഫസ്റ്റ് നമ്മളൊരു 1/2 ഇഞ്ച് മടക്കി അടിക്കണം. കാരണം ബാക്കിൽ 1 ഇഞ്ചാണ് മടക്കി വയ്ക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ പടി വെച്ച് കഴിയുമ്പം 1/2 ഇഞ്ചാണ് ആവുള്ളൂ. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ 1/2 ഇഞ്ച് നമ്മളൊന്ന് അടിച്ചു വയ്ക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ 2 ഇറക്കായി പോവും. ഇനി നമ്മൾ കയ്യിലെങ്ങനെയാണോ പടി വെച്ച് ആ സെയിം മെത്തേഡിൽ തന്നെയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഇനി നമുക്ക് കഴുത്തിൽ ബോർഡർ വയ്ക്കുകയാണ്. അപ്പോൾ ഇത് ഫ്രണ്ട് കഴുത്താണ്. അപ്പോൾ ക്യാൻവാസിൽ ഇത് ഇതുപോലെ സെറ്റ് ചെയ്ത് പിൻ ചെയ്ത് നമ്മൾ ചീത്ത വശത്തോട്ട് വയ്ക്കണം. സാധാരണ നമ്മൾ കഴുത്ത് നോർമലി തയ്ക്കുമ്പോൾ നല്ല വശത്തോട്ട് ഇട്ടിട്ട് തിരിച്ചിടുകയാണ് ചെയ്യുന്നത്. ഇത് ചീത്ത വശത്തോട്ട് ഇതുപോലെ നല്ല വശം വെച്ചിട്ട് ചെയ്യണം. ഇതുപോലെ ഇപ്പോൾ തയ്ച്ചെടുത്ത് ആ ഉൾഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് സൈഡിൽ കൂടെ ഒരു നോട്ട്സ് നമ്മൾ സാധാരണ ഇടുമ്പോൾ തന്നെ എടുക്കുക. എന്നിട്ട് അടിച്ച ഭാഗമായിട്ട് നമ്മുടെ തുണിയിലേക്കൊന്ന് പതിച്ചടിച്ച് കൊടുക്കുക. അതിൻ്റെ സ്റ്റിച്ചിങ് വന്നേക്കുന്ന ചെറിയ ഭാഗമില്ലേ, അതൊന്ന് നമ്മൾ ആ തുണിയിലേക്കൊന്ന് പതിച്ചടിച്ച് കൊടുക്കുക. കഴുത്ത് സാധാരണ അടിക്കുമ്പോൾ ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെ, പക്ഷേ നമ്മൾ നോർമലി ചെയ്യുമ്പോൾ നല്ല വശത്തുനിന്ന് ചീത്ത വശത്ത് കിട്ടും. ഇത് ചീത്ത വശത്തുനിന്ന് നല്ല വശത്തോട്ടുമാണ് ചെയ്യുന്നതെന്ന് വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് നല്ല വശത്തോട്ട് നേരെ തിരിച്ച് വെച്ചിട്ട് അതിൻ്റെ ഏറ്റവും സൈഡിലായിട്ട് ഓരോ സ്റ്റിച്ചിട്ട് കൊടുക്കണം. കഴുത്തടിച്ചിട്ടുണ്ട്, ഇതുപോലെ കിട്ടി. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് കൈയാണ് വെച്ച് കൊടുക്കേണ്ടത്. കൈ വെച്ച് കൊടുക്കുമ്പോൾ നല്ല വശം കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ വെക്കുന്നത്. അത് ഷോൾഡർ ജോയിൻ ചെയ്തിരിക്കുന്ന കറക്റ്റ് പൊസിഷനും കൈയുടെ നടുക്ക് നമ്മൾ ഒരു അടയാളം ഇട്ട് വെച്ചെടുത്ത് ആ കറക്റ്റ് പൊസിഷനും കൂടെ കൂട്ടി വെച്ചിട്ട് വേണം അടിക്കാൻ. ഒരു വശത്തേക്ക് അടിക്കുക, അതിന് ശേഷം മറുവശം കൂടെ കൂട്ടി യോജിപ്പിക്കുക. അങ്ങനെ വയ്ക്കുമ്പോൾ നമുക്ക് കൈക്ക് ചുളിവ് കാര്യങ്ങളോ അളവ് വ്യത്യാസമോ വരാതെ കറക്റ്റായിട്ട് കിട്ടും. അത് ഫുൾ അടിച്ചതിന് ശേഷം ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുക. ഡബിൾ സ്റ്റിച്ച് വേണം എല്ലാം കൊടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ കൈയും അടിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ മറ്റേ കൈയും കൂടെ അടിച്ചു കൊടുക്കുക. കൈ 2 അടിച്ചതിന് ശേഷം ഇനി നമുക്ക് ഷേപ്പ് ചെയ്യാം, ജോയിൻ ചെയ്യാം. അപ്പോൾ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളെടുത്ത അളവ് കറക്റ്റായിട്ട് അടയാളപ്പെടുത്തി ഒന്ന് സൈഡ് അടിച്ചു കൊടുക്കുകയാണ്. അത് സ്ലിറ്റ് വരെ അടിച്ചു കൊടുക്കുക. സ്ലിറ്റിൻ്റെ അവിടെ വരുമ്പോഴത്തേനും ഒന്ന് നന്നായി ലോക്ക് ചെയ്ത് കൊടുക്കുക. 2 സൈഡും അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലിറ്റ് തയ്ക്കാം. സ്ലിറ്റ് തയ്ക്കുന്നതിന് ഏറ്റവും അടിവശത്തുനിന്ന് വേണം നമുക്ക് സ്ലിറ്റ് തയ്ക്കാൻ തുടങ്ങാനായിട്ട്. അപ്പോൾ താഴത്തുനിന്ന് ചെറുതായി 1/2 ഇഞ്ചൊന്ന് മടക്കി കൊടുക്കുക. അതിന് ശേഷം ഒരു 1/2 ഇഞ്ചും കൂടെ മടക്കി താഴത്തുനിന്ന് നമ്മളൊന്ന് അടിച്ചു കൊടുക്കുക. അടിച്ച് നമ്മൾ ഇവിടെ കറക്റ്റ് നമ്മൾ സ്ലിറ്റ് ഇട്ട വശം വരുമ്പോഴത്തേനും നമ്മൾ ആ സ്ലിറ്റ് ഇട്ടേക്കുന്നതിൻ്റെ ജോയിൻ ചെയ്ത് ലോക്ക് ചെയ്ത് വെച്ചേക്കുന്ന അവിടെ സൂചി ഒന്ന് താത്തി വെച്ചതിന് ശേഷം തിരിച്ചെടുത്ത് അവിടെ ഇപ്പുറത്തെ സ്ലിറ്റും കൂടെ സൈഡ് ഭാഗവും കൂടെ ഇതുപോലെ 1/2 ഇഞ്ച് മടക്കി ഇതുപോലെ മടക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഫൂട്ട് താത്തി വെച്ച് ഇങ്ങോട്ടൊന്ന് അടിച്ചെടുക്കുക. ഇവിടെ ഒരു സ്ക്വയർ ഷേപ്പ് വന്നാലാണ് നമുക്ക് സ്ലിറ്റിന് ഭംഗി ഉണ്ടാവുള്ളൂ. ഇനി അതിൻ്റെ തുമ്പത്തെത്തുമ്പം സൂചി താത്തി വെച്ച് കൂട്ടുപൊക്കിയിട്ട് നമ്മൾ തിരിച്ച് നേരെ നമ്മളെങ്ങനെയാണോ മടക്കിയ 1/2 ഇഞ്ച് വെച്ച് 2 മടക്കെടുത്തിട്ട് താഴത്തോട്ട് സ്റ്റിച്ച് ചെയ്തിങ്ങ് പോരുക. സ്ലിറ്റും തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നല്ല നീറ്റായിട്ട് നമ്മൾ ഷേപ്പ് കൊടുത്ത ഭാഗത്തൊന്ന് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ അടുത്ത സൈഡും കൂടെ അടിച്ചാൽ നമ്മുടെ ചുരിദാറിൻ്റെ പണി കഴിഞ്ഞു. അപ്പോൾ എല്ലാം അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.